ഹായ് ഫ്രണ്ട്സ്, തെക്കേക്കര ജില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയ ഷോറൂമിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ ഷോറൂമിന് ഇനോഗ്രേഷൻ ആയിരുന്നു 24-ാം തീയതി. അപ്പോൾ അത് ആ ഒരു മാസമായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലാഗായി പോകണമെന്നൊക്കെ. ഒക്കെ പേടിക്കണ്ട, ഒക്കെ ശരിയാക്കി തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഷോറൂമിനുള്ളിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. വായോ. അപ്പോൾ എന്തായാലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നൊക്കെ പുതിയ നെക്ലേസുകളും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സിനോവേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സിനോവേട്ടനും നമ്മുടെ പല വീഡിയോസിലും വന്നിട്ടുള്ളതാണ്, സിബേട്ടനുള്ളതാണ്, അവരൊക്കെ വന്നിട്ടുള്ളതാണ് വീഡിയോസിൽ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്ഥലം വരുന്നത് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഷോറൂം വരുന്നത്. അതായത് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ പുതിയ ഷോറൂമിലേക്ക്. പിന്നെ പാർക്കിംഗ് സൗകര്യം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് ഷോറൂമുകളിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യക്കുറവുണ്ടായിരുന്നു. എല്ലാ കസ്റ്റമേഴ്സ് വരുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സൗകര്യത്തിന്റെ ഒരു കുറവ് നമ്മൾ ഇതിൽ നികത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് സുഖമായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷോറൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് മോതിരത്തിന്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സിനായിട്ട് ആ മോതിരത്തിന്റെ കളക്ഷൻ ഇതൊക്കെ നമുക്ക് പുതിയ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇനിയും കാണാണ്ട് കളക്ഷൻസ് ഇതൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഒരു 2 ഗ്രാമിൽ വരുന്ന 1.5 ഗ്രാമിൽ വരുന്ന കളക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് 1/2 ഗ്രാമിൽ വരുന്ന കളക്ഷൻസ് വരുന്നുണ്ട്. 300 മില്ലി കളക്ഷൻസ് വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. പിന്നെ പുതിയ കമ്മലുകളുടെ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയ വന്നിട്ടുള്ള കമ്മലുകളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് സിവേട്ടൻ നമുക്ക് കാണിച്ചു. സിവേട്ട ഹായ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് വന്ന ലൈറ്റ് വെയിറ്റ് ഡ്രോപ്സുകൾ. ഇത് 1 ഗ്രാമും 1 ഗ്രാമിന് താഴെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റോണിന്റെ വർക്കുള്ള 1 ഗ്രാം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള സ്റ്റോൺ ഡ്രോപ്സ് ആണ്. ഇതൊക്കെ മഴത്തുള്ളിയുടെ ഒക്കെ പല വെറൈറ്റീസ് പുതിയ വന്നിട്ടുണ്ട്. കല്ലുണ്ടകൾ പഴയത് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിപ്പോ ചെറിയ ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. 1/2 ഗ്രാം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 400 മില്ലി 500 മില്ലി 600 മില്ലി സ്റ്റാർട്ടിംഗ് ഉള്ള ഡ്രോപ്സുകളാണ്. ഇനി വളകൾ വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ വളകൾ വന്നിട്ടുണ്ട്. വളകൾ നമുക്ക് ഇത് 1.5 ഗ്രാമാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. പിന്നെ ഇത് 2 ഗ്രാം, ഇത് 3 ഗ്രാമിന്റെ സെറ്റ്. 3 ഗ്രാമിന് തന്നെ 3 ഗ്രാം തൊട്ട് 4 ഗ്രാം വരെ വരുന്ന വലിയ ഐറ്റംസും കുറച്ചും കൂടി നല്ല. ഇത് 4 ഗ്രാമിന്റെ സെറ്റാണ് ഫുള്ള്. അപ്പൊ നമുക്ക് ലൈറ്റ് വെയിറ്റിലല്ല ഷോള ടൈപ്പുകൾ പുതിയ വളകൾ വന്നിട്ടുണ്ട്. ഇനി നെക്ലേസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഈ നെക്ലേസിൽ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ നമുക്കൊരു 6 ഗ്രാമിന്റെ റേഞ്ച് വരുന്ന നെക്ലേസ് ആണ്. നമുക്കിപ്പോൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലേസ് റേഞ്ച് ആണ് അത്. അതുപോലെ തന്നെ ഇതും 6 ഗ്രാമാണ് വരുന്നത്. കണ്ടില്ലേ, ഇതൊരു ലവ് ഡിസൈനിൽ വരുന്ന ടൈപ്പ് നെക്ലേസ്. അതുപോലെ നാഗപടത്തിന്റെ ടൈപ്പ്. അപ്പോ നാഗപടത്തിന്റെ ഇങ്ങനത്തെ നെക്ലേസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഇതൊരു 4 ഗ്രാമിൽ വരുന്നതാണ്. 4 ഗ്രാമിൽ വരുന്ന നെക്ലേസ് ആണ് ഇത് വരുന്നത്. ഇനി നമുക്ക് എന്തായാലും കളക്ഷൻസ് ഒക്കെ ഇനി കുറെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും മെയിൻ സംഭവങ്ങൾ ഇത് മാത്രമൊന്നുമല്ല, ഇനി ഒരു ഫ്ലോർ കൂടി നമുക്ക് മുകളിലുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. വായ. അപ്പോ ഈ ഒരു ഫ്ലോറിന്റെ കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുറെ ആൾക്കാരോട് പറഞ്ഞു ഡയമണ്ടിന്റെ സംഭവം പറഞ്ഞിരുന്നു. നമ്മൾ ഡയമണ്ട് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോ അതിന്റെ ഒക്കെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി നമ്മൾ സ്വാ ഡയമണ്ട്സിലായിട്ട് പാർട്ണർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഡയമണ്ടിന്റെ ഒരു കളക്ഷൻസ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വാ ഡയമണ്ട്സിന്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വായ. അപ്പോൾ നമ്മൾ ഡയമണ്ട് ഒരു കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാ ഡയമണ്ട്സ് ആണ് നമുക്ക് പാർട്ണർ ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ സ്വാ ഡയമണ്ട്സിന് പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസിലും നല്ല ഡിസൈൻസിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സ്വാ ഡയമണ്ട്സിന്റെ ഒരു കളക്ഷൻസ് വരുന്നത് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് വളരെ അഫോർഡിങ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിരഞ്ജനാണ് ഇപ്പോൾ ഈ സെക്ഷൻ നോക്കുന്നത്. അപ്പോൾ നിരഞ്ജൻ, നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഐറ്റംസ് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും? ലൈറ്റ് വെയിറ്റിൽ നമുക്കിപ്പോ റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 4900 റിംഗ് സ്റ്റാർട്ട് ചെയ്യണേ. മോതിരം നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4900 മോതിരം വരുന്നത് സ്റ്റാർട്ടിങ്.
ഇത് നമുക്ക് എത്ര റേറ്റ് വരുന്നതാണ്? 4,900 വരുന്നുള്ളൂ. 4,900 വരുന്നത്. ഒരു ലവ് ഹാർട്ട് വെച്ചിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഡയമണ്ട്സിൽ ഇത് വരുന്നത്. പിന്നെ നമുക്ക് മുക്കുത്തികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂക്കുത്തി നമുക്കൊരു 2,400 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതായത് 2,400. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡയമണ്ട് വേണമെന്നൊരു ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 2,400 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുക്കുത്തിയാണ് ഇപ്പൊ ഈ പറയുന്നത് മുക്കുത്തി കേട്ടോ. നോക്കിയൊക്കെ കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ സ്റ്റോണിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ MRP ബേസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് എന്താണെന്നോ അതിന്റെ കാര്യങ്ങളൊന്നും അറിയണ്ട. അപ്പൊ നമുക്ക് എല്ലാ കസ്റ്റമർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുക, ഡയമണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരിക, അതിന് ലോസ് വരുമോ, അങ്ങനെയൊക്കെ സംശയം വരിക. ഇപ്പൊ നമുക്കൊരു 10,000 രൂപയുടെ ഒരു റിംഗ് എടുത്തു വിചാരിക്കും നിങ്ങൾ, ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം യൂസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ 10,000-ന്റെ 5%, അതായത് ഒരു 500 രൂപയ്ക്കാണ് അതിന് ലോസ് വരുള്ളൂ. അത് പോട്ടെ ഒരു ക്യാഷ് ആക്കാന്ന് വിചാരിക്കും. ക്യാഷ് ആക്കുകയാണെങ്കിൽ 10%, അതായത് ഒരു 1000 രൂപയ്ക്ക് നമുക്ക് ലോസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പലപ്പോഴും ഡയമണ്ട് മേടിക്കാൻ പോകുന്ന ഒരു സാധാരണ ഒരാളാണെന്ന് മേടിക്കാൻ പോകുമ്പോൾ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്യാരറ്റിന്റെ കുറെ കണക്കുകളുണ്ട്, ഗോൾഡിന്റെ വേറെ കണക്കുകളുണ്ട്, 18 ക്യാരറ്റ്, അങ്ങനെ പല കൺഫ്യൂഷൻസ് ആണ്. അപ്പൊ ഇവര് ചെയ്തിരിക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത കാശ് MRP എത്രയാണ് കൊടുത്തത് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ അതിന്റെ 5% 10% ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്കിലേക്ക് അവർ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴും ഈ ടാഗിന്റെ മുകളിലായാലും നിങ്ങൾക്ക് തരുന്ന കാർഡിന്റെ മുകളിലായാലും അതിന്റെ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എപ്പോൾ കൊടുക്കുമ്പോഴും നമുക്ക് ആ പ്രൈസ് കറക്റ്റ് അറിയാൻ പറ്റും. ആ കാർഡ് മാത്രം കയ്യിലുണ്ടായാൽ മതി. അത് മാത്രമല്ല കുറെ കളക്ഷൻസ് ഇനി വരുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഐറ്റംസ് ഡിസൈൻസ് ഒക്കെ ഉള്ളതാണ് അവരുടെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഭംഗിയുള്ള ഡിസൈൻസ് ഇവരുടെ കയ്യിലുണ്ട്. എന്തായാലും നമുക്ക് അതിലേക്കും വരാം. പിന്നെ ഈ സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലോറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഈ ഫ്ലോർ മൊത്തം നമുക്ക് വെഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വെഡിങ് സെറ്റുകൾ നമ്മൾ കാണിച്ചിരുന്ന വീഡിയോസിന് മുന്നേ കാണിച്ചിരുന്ന വെഡിങ് സെറ്റുകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ അവൈലബിൾ ആണ്. ലൈറ്റ് വെയിറ്റിൽ 1.5 പവൻ 2 പവൻ 2.5 3 4 അങ്ങനെ കുറെ സെറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും സെറ്റുകൾ വരാണ്ട്, നമുക്ക് കുറെ കല്യാണം പലരും വന്ന് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇനിയും സെറ്റുകൾ ഇവിടെ റിട്ടേൺ കയറാണ്ട്. അപ്പൊ നമുക്ക് സെറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അപ്പൊ കാണിച്ചു തരാം, അടുത്ത വീഡിയോയിലോട്ട് കാണിച്ചു തരാൻ പറയും. അപ്പോൾ ഇവിടെ വേറെ കളക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കോളേജ് നെക്ലേസുകൾ, നമ്മൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന അവർ കാണിച്ചിട്ടുള്ള ലൈറ്റ് വെയിറ്റ് നെക്ലേസുകൾ, അതിന്റെയും കളക്ഷൻസ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡയമണ്ട്സ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഡയമണ്ട്സിൽ ഇപ്പോൾ ഒരു താല്പര്യമുള്ള സാധനം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കോളേജ് നെക്ലേസുകൾ അങ്ങനത്തെ ടൈപ്പ് നെക്ലേസുകളുണ്ട്. 2.5 ഗ്രാം 3 ഗ്രാം 1.5 ഗ്രാമിലൊക്കെ വരുന്ന നെക്ലേസുകളുണ്ട്. അപ്പൊ നമുക്ക് സിബേയുടെ 2-3 നെക്ലേസിന്റെ മോഡൽ ഇപ്പോൾ കാണിച്ചു തരും. സിബേട്ട ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് കുട്ടികളുടെയാണ്, ചെറിയ കുട്ടികൾക്കൊന്നുള്ള പുതിയൊരു കളക്ഷനാണ്. 4 ഗ്രാമിന്റെ ഉള്ളിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതൊരു പുതിയ റേറ്റ് ആണ്. ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, 2 ഗ്രാമാണ്. ഇത് 2 ഗ്രാമാണ്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള വീഡിയോകളിലാണ് നമുക്ക് മറ്റേ ആ സാൻഡ്രാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുള്ളതല്ലേ, പേര് എഴുതിയിട്ടുള്ള ആ ഒരു നെക്ലേസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് 1,370 ഇതാണ് സ്റ്റാർട്ടിങ്. ഇതാണ് 1,370 നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന നെക്ലേസ് കാണില്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലേസ്. അതെ, ആ ഡയമണ്ട് സെറ്റിംഗിൽ വരുന്ന, അതായത് ഡയമണ്ട് അല്ല, നമുക്ക് ആ ഒരു സെറ്റിംഗിൽ വരുന്ന ടൈപ്പ് നെക്ലേസ് ആണ്. ഓക്കെ. അപ്പോ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞു വെഡിങ് സെറ്റ് നമ്മളിപ്പോ ഒരു കസ്റ്റമർക്ക് നമുക്കിപ്പോ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഐറ്റംസ് പോണതിന് മുന്നേ നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇടയിലായിരുന്നപ്പോ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് എത്ര തൂക്കത്തിനാണ് നമ്മൾ ചിന്നോട്ട് വരുന്നത്? നമുക്ക് 2 പവനാണ് തൂക്കം വരുന്നത്. 8 ഐറ്റംസ് കൂടിയുള്ള ഒരു കല്യാണ സെറ്റാണ്. ചെറിയൊരു കല്യാണ സെറ്റാണ്. സംഗതി സൂപ്പർ സാധനമാണ്. 8 ഐറ്റംസ് വരുന്ന ഒരു കല്യാണ സെറ്റാണ് നമ്മളിപ്പോ ഇതിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ കാണുന്ന നെക്ലേസ് ഒരു 3.5 ഗ്രാമാണ് വരുന്നത്. 3.5 ഗ്രാമുള്ളോട്ടെ ഈ ഒരു കാണുന്ന നെക്ലേസ്. പിന്നെ അതിന്റെ താഴെ വരുന്ന സാരിമാല നമുക്ക് 3/4 പവനാണ് വരുന്നത്. ഒന്ന് പൊക്കി പിടിക്കാം. എത്ര വന്ന്? 6 ഗ്രാമിന്റെ സാരിമാല. 6 ഗ്രാമാണ് നമുക്ക് താഴെ വരുന്ന ഈ സാരിമാല. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നിറഞ്ഞു കിടക്കും നമ്മുടെ കഴുത്ത്. പിന്നെ നമുക്ക് ഇതിൽ കാണുന്ന വളകൾ 1.5 ഗ്രാമിന്റെ വളകളാണ്. 1.5 ഗ്രാമിന്റെ വളകൾ വരുന്നത്. 3 വളകൾ വരുന്നുണ്ട്. പിന്നെ 2 മോതിരം വരുന്നുണ്ട് അതിലേക്ക്. ആ മോതിരം ഇത് 350 വലിയ ഫ്ലവറിന്റെ ഡിസൈൻ കണ്ടോ? ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള സാധനമായിട്ട് കണ്ടില്ലേ. നല്ല ഡിസൈൻ. ഒരു മോതിരം 350 രൂപയാണ്. മോതിരങ്ങളാണ് 2 ഇരിക്കുന്നത്. പിന്നെ 1 ഗ്രാമിന്റെ ഒരു കമ്മല്. ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു 2 പവന്റെ താഴെയാണ് വരുന്നുള്ളൂ കേട്ടോ. 2 പവൻ തീർന്നു വരുന്നില്ല, കുറച്ച് കുറവുണ്ട്. 2 പവൻ നമുക്ക് മാക്സിമം വരുന്നില്ല. അതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു വെഡിങ് സെറ്റ് 8 ഐറ്റംസ് ഉള്ള കല്യാണ സെറ്റാണ്. 8 ഐറ്റാണ് വരുന്നത് അതിന്റെ ഉള്ളിൽ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയുണ്ട് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും നാളത്തേക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും പറയാം. ഇതാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ ഇത് എവിടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്. കുന്നോളം ഇറങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നടന്നു വരാനുള്ള ദൂരമുള്ളൂ നമ്മളുടെ ഈ ഷോപ്പിലേക്ക്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മൾ പുതിയ ഷോറൂം നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കാരണം ഈ വീഡിയോസ് നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ ഡെയിലി പോസ്റ്റിംഗ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനോട് കുറേ കാര്യങ്ങൾ ഇനി പുതിയ പുതിയ വീഡിയോസ് പറയാനുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായല്ലോ. ബസ് ഇന്ന് വരുന്ന വഴിയിലാണ്. അതായത് ഇവിടുന്ന് ഒരു 800 ഒരു 10 അടി മാറിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ലൊക്കേഷൻ ഇനി അറിയാതൊന്നുമില്ല. ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.